ഇടുക്കി അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം? ആൻസർ കാനഡ. ഏതു മലയുടെ താഴ്വാരത്താണ് മൂലമറ്റം വൈദ്യുതി നിലയം? ആൻസർ നാടുകാണി. കേരളത്തിലെ ഏത് ജില്ലയിലാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രാമക്കൽമേട്? ആൻസർ ഇടുക്കി. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് കല്ലാർകുട്ടി അണക്കെട്ട്? ആൻസർ നേര്യമംഗലം. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സോളാർ പവർ പ്ലാന്റ് കേരളത്തിൽ എവിടെയാണ്? ആൻസർ ബാണാസുര സാഗർ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആസ്ഥാനം? ആൻസർ തിരുവനന്തപുരം. കേരളത്തിലെ ഏതു നദിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്? ആൻസർ പെരിയാർ. ഇടുക്കി ജില്ലയിൽ KSEB വൈദ്യുതി വിതരണം നടത്താത്ത പട്ടണം? ആൻസർ മൂന്നാർ. ആരാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യ ചെയർമാൻ? ആൻസർ KP ശ്രീധര കൈമൾ. ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി? ആൻസർ പള്ളിവാസൽ പദ്ധതി. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം? ആൻസർ കണ്ണൻ ദേവൻ. കേരളത്തിൽ സ്വന്തമായി വൈദ്യുതി വിതരണം നടത്തുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ? ആൻസർ തൃശൂർ. കേരളത്തിലെ ഏതു ജില്ലയിലാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി? ആൻസർ കോഴിക്കോട്. നല്ലളം വൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം? ആൻസർ ഡീസൽ. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതി തുടങ്ങിയത് എവിടെയാണ്? ആൻസർ വിഴിഞ്ഞം. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം? ആൻസർ ബ്രഹ്മപുരം. കേരളത്തിലെ സമ്പൂർണ്ണ വൈദ്യുതീകരണ ജില്ല? ആൻസർ പാലക്കാട്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ മറ്റു രണ്ടു പേരുകൾ? പമ്പ കക്കി പദ്ധതി. കേരളത്തിലെ ഏതു ജില്ലയിലാണ് മൂഴിയാർ ഡാം? ആൻസർ പത്തനംതിട്ട. ഇടുക്കി അണക്കെട്ടിന്റെ പവർ സ്റ്റേഷൻ ഏതു സ്ഥലത്താണ്? ആൻസർ മൂലമറ്റം.